റിയാക്ഷൻസ് ഇൻ സൊല്യൂഷൻസ്, അതാണ് നമ്മുടെ ഇനി നെക്സ്റ്റ് ടോപ്പിക്. ഓക്കെ, ഏതൊക്കെയാണ് റിയാക്ഷൻസ് ഇൻ സൊല്യൂഷൻ? ഓക്കെ, റിയാക്ഷൻ ഇൻ സൊല്യൂഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്ന് മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനായിട്ട്, മാസ് പെർസെൻറ്റേജ് ഓഫ് സൊല്യൂട്ടിൻ്റെ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനാണ് പഠിക്കുന്നത്. രണ്ടാമതായിട്ട് ഏത് പഠിക്കും? രണ്ടാമതായിട്ട് നമ്മൾ മോൾ ഫ്രാക്ഷൻ പഠിക്കും. മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് പഠിക്കും. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഏതാണ്? മൊളാരിറ്റി. ഓക്കെ, മൊളാരിറ്റി നമ്മൾ റിപ്രസെൻ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ എം വെച്ചിട്ടാണ് കേട്ടോ. ഇന്ന് ഫോർത്ത് വന്നിട്ട് ഏത് പഠിക്കും? മൊളാലിറ്റി പഠിക്കും ഫോർത്ത് വന്നിട്ട്. ഓക്കെ, അത് സ്മോൾ എം വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഏതാ പഠിക്കുമെന്ന് പറഞ്ഞാൽ മാസ് പെർസെൻറ്റേജ് അല്ലേ? മാസ് പെർസെൻറ്റേജ് ആണ് നമ്മൾ ആദ്യം പഠിക്കുമെന്ന് പറഞ്ഞത്. മാസ് പെർസെൻ്റ് ആണ് നമ്മൾ ആദ്യം പഠിക്കുക, മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനായിട്ട്. നമ്മളിത് നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ നേരത്തെ ഇവിടെ കണ്ടു, നമ്മൾ പ്യൂരിറ്റി ചെക്ക് ചെയ്തപ്പോൾ അല്ലേ, പെർസെൻറ്റേജ് കോമ്പോസിഷൻ്റെ ആ ഒരു കേസിൽ നമ്മളിത് കണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അവിടെ ഇവിടെയായിട്ട് എന്തോ വ്യത്യാസം നമുക്ക് നോക്കണം അല്ലേ? അതിന് മുമ്പായിട്ട് നമ്മൾ മാസ് പെർസെൻറ്റേജ് ഓഫ് സൊല്യൂട്ടിൻ്റെ ഫോമുലയാണ് എഴുതാൻ പോകണം. ഓക്കെ, മാസ് പെർസെൻറ്റേജ് ഓഫ് സൊല്യൂട്ടിൻ്റെ ഫോമുല എഴുതാൻ പോകണം. എന്താ ഫോമുല? മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ mass of solute divided by mass of solution. mass of solute divided by mass of solution into 100. ഇതാണ് നമ്മുടെ ഫോമുല. എന്തിൻ്റെ ഫോമുല? മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്ന ഫോമുലയാണിത്. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട ഫോമുല ഏതാണ്? നേരത്തെ നമ്മൾ എലമെൻറ്റിൻ്റെ മാസ് പെർസെൻറ്റേജ് ഓഫ് എലമെൻറ്റ് കണ്ടുപിടിക്കാനാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഏതാണ്? മാസ് പെർസെൻറ്റേജ് ഓഫ് എലമെൻറ്റ്. ഓക്കെ, മാസ് പെർസെൻറ്റേജ് ഓഫ് എലമെൻറ്റ് കണ്ടുപിടിക്കാനായിരുന്നു നമ്മൾ നേരത്തെ പഠിച്ചത്. ഓക്കെ, മാസ് പെർസെൻറ്റേജ് ഓഫ് എലമെൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് അതിൻ്റെ ഫോമുല എന്തുമായിരുന്നു? നമ്പർ ഓഫ് മോൾസ് ഓഫ് ആ എലമെൻറ്റ്, നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മാസ് ഓഫ് എലമെൻറ്റ് ഇൻ കോമ്പൗണ്ട്. ആ കോമ്പൗണ്ടിൽ ആ എലമെൻറ്റിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് കോമ്പൗണ്ട്. ഓക്കെ, ടോട്ടൽ മാസ് ഓഫ് കോമ്പൗണ്ട് പിന്നെ പെർസെൻറ്റേജ് അല്ലേ, അപ്പോഴത്തേക്ക് എന്താ 100 ഇൻറ്റു 100 മസ്റ്റ് ആണല്ലോ അല്ലേ? ഇൻറ്റു 100 മസ്റ്റ് ആണ്. മാസ് ഓഫ് എലമെൻറ്റ് ഇൻറ്റു എത്ര? ഇൻറ്റു 100 എന്ന് വരും. ഓക്കെ, ഇത് മസ്റ്റ് ആണല്ലോ. ഓക്കെ, നമ്മൾ ഇവിടെ എന്തുവാ? പെർസെൻറ്റേജ് കമ്പോസിഷൻ കണ്ടുപിടിച്ചു. എലമെൻറ്റിൻ്റെ കേസാണ് പറഞ്ഞത്. അതാണ് നമ്മൾ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മാസ് ഓഫ് എലമെൻറ്റ് അങ്ങനെയൊക്കെ വെച്ചിട്ടെടുത്ത്. ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ മാസ് പെർസെൻറ്റേജിൽ എന്താ പറയുന്നത്? ഈ ഒരു കേസിൽ നമ്മൾ എന്താ പഠിക്കുന്ന? സൊല്യൂട്ടിൻ്റെ മാസ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. രണ്ട് സെയിം സാധനങ്ങൾ തന്നെയാണ്, രണ്ട് കേസാണെന്നേ ഉള്ളൂ. ഒന്ന് സൊല്യൂഷൻ്റെ കേസും ഒന്ന് അല്ലാതെ ഒരു കോമ്പൗണ്ടിലെ എലമെൻറ്റ് ഇത് കണ്ടുപിടിക്കാനുള്ള കേസും. അതാണ് ഇവിടുത്തെ വ്യത്യാസം അല്ലേ? ഇനി രണ്ടാമത് ഏതാണ് നോക്കാൻ പോകുന്നത്? രണ്ടാമത് നമ്മൾ നോക്കാൻ പോകുന്നത് ഏതാണ്? ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ടേക്ക് ഡൗൺ ചെയ്തോണേ, ഞാൻ പറയാൻ വിട്ടുപോയി. ക്വസ്റ്റ്യൻ ഇതാണ്: ഈ സൊല്യൂഷൻ ഈസ് പ്രിപ്പയർഡ് ബൈ ആഡിങ് 2 gram ഓഫ് ഈ സബ്സ്റ്റൻസ് 8 to 18 gram ഓഫ് വാട്ടർ. കാൽക്കുലേറ്റ് ദ മാസ് പെർസെൻറ്റ് ഓഫ് സൊല്യൂട്ട്. ഇത് മാസ് പെർസെൻറ്റേജുമായിട്ടുള്ള റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണേ. ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ജസ്റ്റ് ഒരു ഈ ഫോമുല ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ ആൻസേഴ്സ് കമൻറ്റ് ബോക്സ് ചെയ്യണം കേട്ടോ, നമ്മൾ ചെക്ക് ചെയ്യാം. അപ്പം നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ ചോദിച്ചാൽ മതി, പ്രശ്നമില്ല. ഇനി അടുത്തത് വന്നിട്ട് നമ്മുടെ മോൾ ഫ്രാക്ഷനാണ് അല്ലേ? മോൾ ഫ്രാക്ഷൻ സിമ്പിളാണ്, ഒന്നുമില്ല. നമ്മുടെ ആ ഫോമുല ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, വേറെ ഒന്നുമില്ല. ആ ഫോമുല ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ എല്ലാം ഓക്കെ ആവും. അപ്പോൾ നമ്മൾ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ പോവാം. മോൾ ഫ്രാക്ഷൻ ഇപ്പം നമ്മൾ രണ്ട് സബ്സ്റ്റൻസ് നോക്കി. രണ്ട് സബ്സ്റ്റൻസ് ഏതൊക്കെയാണ്? രണ്ട് സബ്സ്റ്റൻസ് എയും ബി എന്ന് പറഞ്ഞിട്ട് രണ്ട് സബ്സ്റ്റൻസ്. ഈ രണ്ട് സബ്സ്റ്റൻസിൻ്റെ മോൾ ഫ്രാക്ഷൻ എന്നിൻ്റെ നമ്പർ ഓഫ് മോൾസ് എയുടെ നമ്പർ ഓഫ് മോൾസ് എൻ എന്ന് വിചാരിക്കുക, ബിയുടെ നമ്പർ ഓഫ് മോൾസ് എൻ ബി എന്ന് വിചാരിക്കുക. ഓക്കെ, എന്നാൽ എയുടെ മോൾ ഫ്രാക്ഷൻ നമ്മൾ കൈ വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ കൈ എയുടെ മോൾ ഫ്രാക്ഷൻ എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യുമെന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് എയുടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ, ഹോൾ സൊല്യൂഷൻ്റെ നമ്പർ ഓഫ് മോൾസ്. ഓക്കെ, ഹോൾ സൊല്യൂഷൻ്റെ നമ്പർ ഓഫ് മോൾസ് വരുമ്പോൾ എന്തെന്ന് വരും? ഹോൾ സൊല്യൂഷൻ നമ്പർ ഓഫ് മോൾസ് ആകുമ്പോൾ എങ്ങനെയെന്ന് വരും? എയുടെയും ബിയുടെയും കൂടി ചേർത്താൽ മതി അല്ലേ? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹോൾ സൊല്യൂഷൻ്റെ വരും. ഇതുപോലെ തന്നെ കൈ ബി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? കൈ ബി എങ്ങനെയാണ്? കൈ ബി കണ്ടുപിടിക്കാമല്ലോ നമുക്ക്. കൈ ബി എങ്ങനെ കണ്ടുപിടിക്കും? കൈ ബി കണ്ടുപിടിക്കുന്നതും ഇതുപോലെ തന്നെ നമ്പർ ഓഫ്, അവിടെ എന്താ ഒരു വ്യത്യാസം വരുന്നത്? ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ആണ്, ബിയുടെ നമ്പർ ഓഫ് മോൾസ് ആണ് നോക്കുന്നത്. നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ഡിവൈഡഡ് ബൈ ബാക്കി അതുപോലെ തന്നെ എങ്ങനെയാണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ്റെ നമ്പർ ഓഫ് മോൾസ് നോക്കും. ഓക്കെ, സൊല്യൂഷൻ്റെ നമ്പർ ഓഫ് മോൾസ് ഇങ്ങനെ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ബൈ
നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ. ഓക്കെ, ഇങ്ങനെ നോക്കുന്നല്ലേ, ഇങ്ങനെ നോക്കും. അപ്പോൾ ഇനി നമുക്ക് എന്താ അതൊന്ന് റെപ്രസെൻ്റ് ചെയ്ത് നോക്കിയല്ല. എൻ എ എന്ന് പറഞ്ഞിട്ട് ഒന്ന് കൈ എ അല്ലേ, മോൾ ഫ്രാക്ഷൻ ഓഫ് എ അല്ലേ. അപ്പോൾ കൈ എ എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻ്റ് ചെയ്ത് നോക്കി. ഇങ്ങനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും എൻ എ ഡിവൈഡഡ് ബൈ എൻ എ പ്ലസ് എൻ ബി എന്ന് റെപ്രസെൻ്റ് ചെയ്യും അല്ലേ. അപ്പോൾ കൈ ബി ആണെങ്കിൽ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? കൈ ബി എന്നാണെങ്കിൽ നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? ഒന്നുമില്ല, എൻ ബി ഡിവൈഡഡ് ബൈ എൻ എ പ്ലസ് എൻ ബി. ഓക്കെ, രണ്ട് കോമ്പൗണ്ട്സേ ഉള്ളെങ്കിൽ. അപ്പോൾ 3 കോമ്പൗണ്ട്സ് ഉണ്ടെങ്കിൽ ഇങ്ങനെ വരും എൻ എ ബൈ എൻ എ പ്ലസ് എൻ ബി പ്ലസ് എൻ സി എന്ന് വരും. അതുപോലെ തന്നെ എൻ ബി ഈക്വൽ ടു എൻ എ പ്ലസ് എൻ ബി പ്ലസ് എൻ സി എന്ന് വരും. പിന്നെ വേറൊരു കാര്യം, ഈ നമ്മളെ മോൾ ഫ്രാക്ഷൻ ഇപ്പം ഒരു സൊല്യൂഷനിൽ 3 കോമ്പൗണ്ട്സ് ഉണ്ടെന്ന് വെച്ചോ. ഓക്കെ, എ ബി സി അല്ലെങ്കിൽ 2 കോമ്പൗണ്ട്സ്, എത്ര കോമ്പൗണ്ട്സ് ഉണ്ടോ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ മോൾ ഫ്രാക്ഷൻസ് കൂട്ടുമ്പോഴത്തേക്ക്, അപ്പം 2 കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ കൈ എ പ്ലസ് കൈ ബി ഈ രണ്ടെണ്ണത്തിൻ്റെയും കൂടെ മോൾ ഫ്രാക്ഷൻ കൂട്ടുമ്പോഴത്തേക്ക് 1 വരണം. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. കൈ എ പ്ലസ് കൈ ബി 1 വരണം. ഇപ്പോൾ 3 കോമ്പൗണ്ട്സ് എയും ബിയും സിയും ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ ആ 3ൻ്റെയും കൂടെ മോൾ ഫ്രാക്ഷൻസ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര വരണം? 1 വരണം. അങ്ങനെയാണ് പോകേണ്ടത്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ, ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതുക, അല്ലെങ്കിൽ ജസ്റ്റ് സ്ക്രീൻ നമ്മൾ പറയുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ ചെയ്താൽ മതി. ഫൈൻഡ് ദ മോൾ ഫ്രാക്ഷൻ. ഓക്കെ, മോൾ ഫ്രാക്ഷൻ നമ്മൾ പോയിന്റ് മാത്രമേ എഴുതുന്നുള്ളൂ കേട്ടോ. ക്വസ്റ്റ്യൻ ഫുള്ള് വായിക്കുക. ഫൈൻഡ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് മെഥനോൾ. മെഥനോളിൻ്റെ മോൾ ഫ്രാക്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഫൈൻഡ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് മെഥനോൾ ആൻഡ് വാട്ടറിൻ്റെ. ഓക്കെ, മെഥനോൾ ആൻഡ് വാട്ടർ ഇൻ എ സൊല്യൂഷൻ പ്രിപ്പയർഡ് ബൈ ഡിസോൾവിങ് 4.5 gram ഓഫ് ആൽക്കഹോൾ. ഓക്കെ, ഇത് 4.5 gram ആണ് ആൽക്കഹോൾ ഇൻ 40 gram ഓഫ് വാട്ടർ. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഒന്നുകൂടി ക്വസ്റ്റ്യൻ വായിക്കാം. ഫൈൻഡ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് മെഥനോൾ and water in a solution prepared by dissolving 4.5 gram of alcohol. ആൽക്കഹോൾ എന്ന് ഉദ്ദേശിക്കുന്നത് മെഥനോളിനെ തന്നെയാണ് കേട്ടോ. ഇൻ 40 gram of water. ഈ സ്ക്രീൻഷോട്ട് എടുക്കൊന്നുമില്ല. ഈ ഒരു പോയിന്റ് അങ്ങ് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇപ്പോൾ ഓർത്ത് വയ്ക്കേണ്ട, ഇതൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഞാൻ ചെയ്ത് കാണിക്കാം. ഓക്കെ, നമുക്ക് നമ്പർ ഓഫ് മോൾ ആദ്യം നമ്മൾ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കും. നമുക്ക് ഫോമുല അറിയാം. എന്താ ഫോമുല? ഏതാ മെഥനോളിൻ്റെ കണ്ടുപിടിക്കല്ലേ. മെഥനോളിൻ്റെ കണ്ടുപിടിക്കാൻ എന്തെന്ന് പറയും? മെഥനോളിൻ്റെ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ ഇവിടെ ആരൊക്കെയുണ്ട്? വാട്ടറും മെഥനോളും അല്ലേ ഉള്ള. അപ്പോൾ മെഥനോളിൻ്റെ നമ്പർ ഓഫ് മോൾസും ഓക്കെ ഇവിടെ മെഥനോളിൻ്റെ നമ്പർ ഓഫ് മോൾസ് പ്ലസ് വാട്ടറിൻ്റെ നമ്പർ ഓഫ് മോൾസ് അങ്ങനെ വരും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് അതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് ഏതാ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കേണ്ടത്. മെഥനോളിൻ്റെ കണ്ടുപിടിക്കണം, വാട്ടറിൻ്റെ കണ്ടുപിടിക്കണം. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ, ഞാൻ സൈഡിലോട്ട് എഴുതാം എത്രയുണ്ടെന്ന് കേട്ടോ. 4.5 gram ഏത് 4.5 gram ആൽക്കഹോളും വാട്ടർ എത്ര ഗ്രാമാണ്? വാട്ടർ 40 gram വാട്ടറുമാണ് കേട്ടോ. ഓക്കെ, 40 gram വാട്ടറും ഇത് H2 40 gram വാട്ടറും 4.5 gram ആൽക്കഹോളും ആണേ. ഓക്കെ, സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ചെയ്യുമ്പം ആദ്യം നമ്മൾ ഏത് കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് മോൾസ് ഓഫ് CH3COH ആണ് നമ്മുടെ ആൽക്കഹോളിൻ്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുമ്പോൾ എത്രയെന്ന് വരും? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്ന ഫോമുല എങ്ങനെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ അതിൻ്റെ മോളാർ മാസ് അല്ലെങ്കിൽ മോളിക്കുലർ മാസ്, ആറ്റോമിക് മാസ് അതല്ലേ. ഓക്കെ, അപ്പം ഇവിടെ എത്ര ഗിവൺ തന്നിരിക്കുന്നത്? 4.5 അല്ലേ. ഇനി CH3OH വെക്കുമ്പോൾ കാർബൺ 12 പ്ലസ് ഹൈഡ്രജൻ 4 വരുമ്പോൾ 4 പ്ലസ് അപ്പോൾ 16 16 പ്ലസ് ഓക്സിജൻ്റെ 16 കൂടെ ആകുമ്പോൾ 32. ഓക്കെ, ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഓക്കെ, ഏകദേശം നോക്കുമ്പം 0.14 അല്ലേ. 0.14 കിട്ടും. ഇനി അടുത്ത് നമ്മൾ ആരെ നോക്കുന്ന? വാട്ടറിൻ്റെ നമ്പർ ഓഫ് മോൾസ് നോക്കും. വാട്ടറിൻ്റെ നമ്പർ ഓഫ് മോൾസ് നോക്കുമ്പോൾ എങ്ങനെ വരും? നമുക്ക് ഗിവൺ എത്രയാണ്? 40 അല്ലേ. 40 ഡിവൈഡ് ബൈ വാട്ടർ നമുക്കിപ്പോൾ കാണാറിയാമല്ലോ എത്ര? 18 അല്ലേ. നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ എത്രയെന്ന് വരും? എത്ര വരും? 2.2 എന്ന് വരും. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ 2.2 എന്ന് വരും. ഇനി ഓക്കെ, നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചു. ഇനി ഒന്നുമില്ല. ഇനി എന്താ? മോൾ ഫ്രാക്ഷൻ നോക്കണം. CH3OH ഉണ്ട്, അതായത് നമ്മൾ മെഥനോളിൻ്റെ മോൾ ഫ്രാക്ഷൻ നോക്കുമ്പോൾ എത്രയെന്ന് വരും? ഇവിടെ 0.14 അല്ലേ. 0.14 ഡിവൈഡഡ് ബൈ 2.2 പ്ലസ് 0.14 അപ്പോൾ എത്രയെന്ന് കിട്ടും? കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഏകദേശം 0.061 എന്ന് വരും കേട്ടോ. ഏകദേശം എത്രയെന്ന് വരും? 0.061 എന്ന് വരും. ഇനി നെക്സ്റ്റ് നമ്മൾ ഏതിൻ്റെ നോക്കുന്ന? മോൾ ഫ്രാക്ഷൻ ഓഫ് വാട്ടറിൻ്റെ മോൾ ഫ്രാക്ഷൻ നോക്കാം. വാട്ടറിൻ്റെ നോക്കുമ്പം ഒന്നിൽ നമുക്ക് എന്ത് ചെയ്യണം? 1 മൈനസ് 0.061 ചെയ്താൽ മതി അല്ലേ. 1 മൈനസ് 0.061 ചെയ്യുമ്പോൾ ഏകദേശം എത്രയെന്ന് വരും? 1 മൈനസ് 0.061 ചെയ്യുമ്പോഴത്തേക്ക് 0.940 എന്ന് വരും. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ ഇവിടെ പകരം എത്ര? 2.2 കൊടുത്തിട്ട് ഡിവൈഡഡ് ബൈ 2.2 പ്ലസ് 0.14. ഇവിടെ 0.14 പകരം 2.2 കൊടുക്കുകയാണെങ്കിലും എത്ര തന്നെ നമുക്ക് കിട്ടും? 0.940 എന്ന് തന്നെ കിട്ടും.
ഓക്കെ, നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. ഏതിൻ്റെ ക്വസ്റ്റ്യനാണ് ചെയ്തത്? നമ്മൾ മോൾ ഫ്രാക്ഷൻ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. മോൾ ഫ്രാക്ഷൻ സെറ്റാണ്. അപ്പം നമുക്ക് ഒന്നുമില്ല, ജസ്റ്റ് ആ ഒരു ഫോമുല മാത്രം പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റും. പിന്നെ ഒരു എക്സാമ്പിൾ കാണിച്ചു എന്നുള്ള അതിൻ്റെ ആവശ്യമേ ഇല്ലായിരുന്നു അല്ലേ, അല്ലാതെ നമുക്ക് തന്നെ സെറ്റായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് മൊളാരിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. നമ്മൾ ഇനി +2ലും വരുന്നുണ്ട്. +2 ഏത് ചാപ്റ്ററിലാണ്? നമ്മൾ സൊല്യൂഷൻ എന്ന ചാപ്റ്ററിലും വരുന്നുണ്ട് മൊളാരിറ്റി. ഈ മൊളാരിറ്റി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ M യൂസ് ചെയ്തിട്ടാട്ടോ. ക്യാപിറ്റൽ M വെച്ചിട്ടാണ് നമ്മൾ മൊളാരിറ്റി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫോമുല തന്നെ നമുക്ക് ആദ്യമേ നോക്കാം. മൊളാരിറ്റി ക്യാപിറ്റൽ M വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യാം. ഫിസിക്കൽ ടു എത്രയെന്ന് വരും? നമ്പർ ഓഫ് മോൾസ്, എത്രയല്ല ആ ഫോമുലയാണ് കേട്ടോ, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ലിറ്ററിലുള്ള വോളിയം. ഓക്കെ, ലിറ്ററിലാക്കണം. ഇപ്പം ML ആണെങ്കിൽ നമ്മൾ തന്നെ ലിറ്റർ ആക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ ML തന്നെങ്കിലും പ്രശ്നമൊന്നുമില്ല, നമുക്ക് ML ലിറ്റർ ആക്കി ഇവിടെ ML തന്നെങ്കിൽ × 1000 കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെ ലിറ്റർ ആണെങ്കിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് അറിയാവുന്നല്ലേ ലിറ്റർ ML കൺവേർഷൻ. 1000 ml = അല്ലേ 1 ലിറ്റർ എന്ന് പറയുന്നത്. മില്ലി ലിറ്റർ അല്ലേ, മില്ലി എന്ന് പറയുമ്പോൾ എത്ര? 10⁻³ ലിറ്റർ. അപ്പോഴത്തേക്ക് ലിറ്ററിലേക്ക് ML ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ 10⁻³ ചെയ്താൽ ഇപ്പോൾ 2 ക്യാൻസൽ ചെയ്തു ലിറ്റർ എന്ന് വരും അല്ലേ. അത്രേ ഉള്ളൂ, സംഭവം സിമ്പിളാണ് അല്ലേ. അപ്പം ലിറ്റർ എന്ന് എഴുതാം, അല്ലെങ്കിൽ എന്താണെന്ന് എഴുതാം, ML ആണ് തന്നിരിക്കുന്നത്. ഇനി ML ഉള്ള വാല്യൂ ആണെങ്കിൽ എങ്ങനെ വരും? ML ഉള്ള വാല്യൂ ആണെങ്കിൽ × 1000. ഓക്കെ, 1000 കൂടെ കൊടുത്താൽ മതി. ഇതാണ് നമ്മുടെ മൊളാരിറ്റി. ഓക്കെ, ഇവിടെ നമ്മൾ താഴെ നോക്കിയാൽ താഴെ എന്തോ വോളിയം ഓഫ് സൊല്യൂഷൻ എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പോൾ വോളിയം എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ആയുള്ള ടേമാണ്. വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. ഇത് നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ പഠിക്കും, അവിടെ പഠിച്ചാൽ മതി. ഇപ്പം നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി, വോളിയം ടെമ്പറേച്ചർ റിലേറ്റഡ് ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം മൊളാരിറ്റി എന്ന് പറഞ്ഞൊരിത്. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കോൺസെൻട്രേഷൻ ടേം എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് പറയും. കാര്യം എന്താ? അതിൻ്റെ ഡിനോമിനേറ്ററിൽ ആരുണ്ട്? വോളിയം ഉണ്ട്. അതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് എന്തെന്ന് പറയാം? ഡിപ്പെൻഡ് ഓൺ ടെമ്പറേച്ചർ എന്ന് പറയാം. ഓക്കെ, ഡിപ്പെൻഡ് ഓൺ ടെമ്പറേച്ചർ. ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ? ഒരു ക്വസ്റ്റ്യൻ ചെയ്താലല്ലേ ഇതൊക്കെ സെറ്റ് ആവുള്ളല്ലേ. അപ്പോൾ 200 ml ഓഫ് 1 മോളാർ NaOH. ഇത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നില്ല, ഞാൻ ഒരു ഫോമുല പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കേസ് പറയുന്നത് കേട്ടോ. ഓക്കെ, 200 ml ഓഫ് ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല, ഈ ഒരു കേസ് നിങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ എഴുതുന്നത്. ഇനഫ് വാട്ടർ ഈസ് ആഡഡ്. ഇനഫ് വാട്ടർ ഈസ് ആഡഡ് ടു ഡയല്യൂട്ട് it to make 1 liter. ഓക്കെ, ഇങ്ങനെ ഒരു കേസ്. അപ്പം നമ്മളുടെ NaOH അത് 200 ml, അത് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടിരിക്കുന്ന 1 മോളാർ NaOH നമ്മൾ കെമിസ്ട്രി ലാബിലാണെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടിരിക്കുന്ന ഒരു 1 മോളാർ NaOH അതിൽ നമ്മൾ 200 ml എടുത്തു. 200 ml എടുത്തിട്ട് നമ്മൾ 1 ലിറ്റർ നമ്മൾ ഒരു ബിക്കറിൽ 1 ലിറ്റർ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ അതോടേക്ക് ഒഴിച്ചു. ഓക്കെ, ക്ലാസ്സിൽ ലാബിലേക്ക് നമുക്ക് പരീക്ഷ നടത്തണ്ടേ, പിന്നെ വേണ്ടേ. അപ്പോൾ അതിൻ്റെ അതോട്ട് ഒഴിച്ചു. അപ്പോഴും നമ്മൾ ആ ഒരു കേസിൽ ഒഴിക്കുമ്പോഴത്തേക്ക് അവിടെ അതിൻ്റെ ഒരു കോൺസെൻട്രേഷൻ ചേഞ്ച് ആവുമല്ലേ. ആ ഒരു കോൺസെൻട്രേഷൻ മൊളാരിറ്റിയിൽ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നോക്കാം. അതിനുള്ളൊരു ഇക്വേഷനാണ് M1V1 = M2V2. സിമ്പിൾ സാധനം. അപ്പോൾ ഇത് നമുക്കൊരു പുതിയ ഇക്വേഷൻ ആണോ? ഒരിക്കലും അല്ല. ഇത് നമ്മുടെ പഴയ ഇക്വേഷൻ തന്നെയാണ്. പഴയ ഇക്വേഷൻ, നമ്മുടെ മൊളാരിറ്റിയുടെ പഴയ ഇക്വേഷൻ എന്ത് വരുന്നു? മൊളാരിറ്റി = നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്റർ അല്ലായിരുന്നോ? വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്റർ അല്ലായിരുന്നോ അല്ലേ? അപ്പോൾ നമ്മൾ ഈ NaOH ഒരു ബോട്ടിലിരുന്ന ആ NaOH നമ്മൾ ഫുൾ എടുത്ത് അങ്ങ് ഒഴിക്കുകയല്ലേ ചെയ്ത്. ഫുൾ എടുത്ത് ഒഴിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇത്ര നമ്പർ ഓഫ് മോൾസ് ആ ബോട്ടിലുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ബീക്കറിലോട്ട് ഒഴിച്ചപ്പം അത്രയും നമ്പർ ഓഫ് മോൾസ് തന്നെ ആ ബീക്കറിലും കാണണ്ടേ. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കോൺസ്റ്റന്റ് അല്ലേ. അപ്പോൾ നമ്മൾ ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ, നമ്പർ ഓഫ് മോൾസ് = ഇവിടുത്തെ മൊളാരിറ്റി ഇൻറ്റു വോളിയം. ആ സംഭവം സിമ്പിൾ തന്നെയല്ലേ. അപ്പോഴും നമ്പർ ഓഫ് മോൾസ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് M1V1 = രണ്ടാമത്തെ കേസിൽ M2V2. ഒന്നുമില്ല, സിമ്പിൾ സാധനമാണ്, ഒന്നുമില്ല, സിമ്പിൾ കാര്യമാണ് ഇതൊക്കെ. പക്ഷേ നമുക്ക് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യനായിട്ട് കയറി വരും കേട്ടോ. അപ്പോഴൊക്കെ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഏതാ ക്വസ്റ്റ്യൻ നോക്കാം. നേരത്തെ ഞാൻ ക്വസ്റ്റ്യൻ തോന്നി പറ്റിച്ചു അല്ലേ. ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ തന്നെ നോക്കാൻ പോകുന്നത്. നേരത്തെ നമ്മളൊരു എക്സാമ്പിൾ കേസ് പറയുമായിരുന്നു. ഇപ്പം നമ്മൾ ക്വസ്റ്റ്യൻ തന്നെ നോക്കാൻ പോകുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കണ്ടേ. അപ്പോൾ
അപ്പം ഈ ക്വസ്റ്റ്യൻ ഒന്ന് ടേക്ക് ഡൗൺ ചെയ്തോളാം, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. ക്വസ്റ്റ്യൻ ഞാൻ ഒന്ന് വായിക്കാം. കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി ഓഫ് NaOH ഇൻ ദ സൊല്യൂഷൻ പ്രിപ്പയർഡ് ബൈ ഡിസോൾവിംഗ് ഇറ്റ്സ് 4 gram in enough water to form 250 ml of the solution. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. മൊളാരിറ്റി കണ്ടുപിടിക്കാനാണ്. അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു വാല്യൂസ് മാത്രം ഒന്ന് എഴുതി വെച്ചേക്കാം ഞാൻ. ബാക്കി ഞാൻ റബ്ബ് ചെയ്യണം കേട്ടോ. റബ്ബ് ചെയ്തിട്ട് സൈഡിലോട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാല്യൂസ് മാത്രം എഴുതി വെച്ചേക്കാം. ഇറ്റ്സ് 4 gram. ഓക്കെ, 4 gram എണ്ണ വെച്ചാണ് ഡിസോൾവ് ചെയ്ത്, 4 gram എണ്ണ വെച്ചാണ് ഡിസോൾവ് ചെയ്ത്. പിന്നെ എത്രയുണ്ട്, വാട്ടർ എത്രയാണ്, 250 ml. പിന്നെ വാട്ടർ ടു ഫോം, വാട്ടർ ആഡ് ചെയ്തിട്ട് എത്ര, 250 ml സൊല്യൂഷനാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ 250 ml സൊല്യൂഷൻ 4 gram എണ്ണ വെച്ചാണ് ആഡ് ചെയ്തത്. ഓക്കെ, സൈഡിലോട്ടിരിക്കട്ടെ. കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്, മൊളാരിറ്റി അല്ലേ. മൊളാരിറ്റി ക്യാപിറ്റൽ M വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. മൊളാരിറ്റിയുടെ ഫോമിൽ എന്തുവാ, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് അല്ലേ, നമ്പർ ഓഫ് മോൾസ് അല്ലേ, മോൾസ് ഓഫ് സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ. അതും ഏതിൽ തന്നെ വേണം, ലിറ്ററിൽ വേണം, അല്ലെങ്കിൽ ML ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ML താഴെ MLൻ്റെ എഴുതിയിട്ട് ഇൻറ്റു 1000 കൊടുക്കും അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഏതാണ് കണ്ടുപിടിക്കേണ്ടത്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, നമുക്ക് തന്നിട്ടുണ്ട് എത്ര, സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് ഇവിടുത്തെ സൊല്യൂട്ട് അല്ലേ. അപ്പോൾ സൊല്യൂട്ടിൻ്റെ മാസ് നമുക്ക് തന്നിട്ടുണ്ടോ, ഉണ്ടല്ലോ, 4 gram അല്ലേ, 4 gram നമുക്ക് തന്നിട്ടുണ്ടല്ലോ. ഡിവൈഡ് ബൈ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ മാസ് നോക്കണ്ടേ. സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ മാസ് എത്രയാണ് വരുന്നത്, സോഡിയം 23 അല്ലേ, പ്ലസ് ഓക്സിജൻ എത്രയാണ് 16 അല്ലേ. അപ്പോൾ 23 പ്ലസ് 16 പ്ലസ് ഹൈഡ്രജൻ്റെ 1 അല്ലേ. അപ്പോൾ ടോട്ടലി ഇത്രയും വരും 41 അല്ലേ. താഴെ 40 അങ്ങ് എഴുതി. അപ്പോൾ എത്ര മോൾ, 0.1 മോൾ അല്ലേ. സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസ് എത്രയും, നമ്പർ ഓഫ് മോൾസ് സൊല്യൂട്ട് എത്രയാണ് 0.1. അപ്പോൾ വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്റർ. ഓക്കെ, ഇവിടെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് നോക്കുക. നമ്പർ ഓഫ് മോൾസ് സൊല്യൂട്ട് 0.1 ഡിവൈഡഡ് ബൈ, ഇവിടെ ഏതിലാണ് തന്നേക്കുന്നത്, മില്ലി ലിറ്ററിലല്ലേ തന്നേക്കുന്നത്. എത്രയാണ് തന്നേക്കുന്നത്, 250 ml സൊല്യൂഷൻ എന്നല്ലേ തന്നേക്കുന്നത്. 250 ml സൊല്യൂഷൻ എന്നല്ലേ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്, അതെയല്ലോ. 250 ml സൊല്യൂഷൻ. അപ്പോൾ 250 ഇൻറ്റു എത്രയെന്ന് വരും, മുകളിൽ നമ്മൾ 1000 കൊടുക്കണ്ടേ, 1000 കൊടുത്തു, 4 ടൈംസ് അല്ലേ. എത്രയാണ് ആൻസർ കിട്ടി, 0.4 മോളാർ, 0.4 മോളാർന്ന് ആൻസർ കിട്ടി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സിമ്പിൾ സാധനമാണ്. നമ്മൾ ഏത് കണ്ടുപിടിച്ചു, മൊളാരിറ്റി. മൊളാരിറ്റി എന്ന് പറയുന്നത് ഏതാണ്, അതിൻ്റെ ഡിനോമിനേറ്ററിൽ ഏതാണ് വരുന്നത്, വോളിയമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രത്യേകത എന്തുവാ, ഇന്ന് ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യല്ലേ, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ് അവർ. ഇനി അടുത്ത ഏതാ, ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോണ ആരെയാ, മൊളാലിറ്റിയാണ്. ആരെയാണ്, മൊളാലിറ്റി. ആദ്യം നമ്മൾ മൊളാലിറ്റിയുടെ ഫോമുല നോക്കണം. മൊളാലിറ്റി റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്മാൾ എമ്മിലാണ് കേട്ടോ, സ്മാൾ എമ്മിലാണ് മൊളാലിറ്റി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്മാൾ എം ഇസ് ഇക്വൽ ടു, മൊളാലിറ്റിയുടെ ഫോമുല എന്തുവാ, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. മറ്റേതാണ് മൊളാരിറ്റി കണക്ക് ന്യൂമറേറ്റർ മൊളാലിറ്റിയുടെ അതേ ന്യൂമറേറ്റർ ആണല്ലേ, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. അത് തന്നെയാണ് ഇവിടുത്തെ ന്യൂമറേറ്റർ വന്നത്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ എന്തുവാ, ഡിവൈഡഡ് ബൈ അതിൽ വ്യത്യാസമുണ്ട്, മാസ് ഓഫ് സോൾവെൻറ്റിൻ്റെ മാസാണ്. നോട്ട് ചെയ്യുക, ഏതിൻ്റെ മാസാണ്, സോൾവെൻറ്റിൻ്റെ മാസാണ്. സോൾവെൻറ്റിൻ്റെ മാസും അതും സ്റ്റാൻഡേർഡ് ഫോമാറ്റിലായ കിലോഗ്രാമിൽ തന്നെ പറയണം. മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം ആണ്. ഓക്കെ, അപ്പോൾ മൊളാലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം. ഓക്കെ, ഇവിടെ ഡിനോമിനേറ്ററിലാണ് വ്യത്യാസം വന്നത്. ഓക്കെ, ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ആയ ടീമാണോ ഈ മൊളാലിറ്റി എന്ന് പറയുന്നത്, ആണോ, അല്ല. കാര്യം എന്താ, ഡിനോമിനേറ്ററിൽ മാസ്, മുകളിൽ വന്നിട്ട് മോൾസ് ആണ്. അവിടെ വോളിയം അങ്ങനെയൊക്കെ ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ആയുള്ള ഒരു ഫാക്ടർ അവിടെ ഇല്ല, വോളിയം ഒന്നുമില്ല. അതുകൊണ്ട് മൊളാലിറ്റി ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് അല്ല. ഏതാണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ്, മൊളാരിറ്റിയാണ്, RITY ആണ്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് പഠിച്ചു, ഇതിൻ്റെ ഫോമുല പഠിച്ചാൽ ഒന്നുമില്ല. ഫോമുലയിൽ ക്വസ്റ്റ്യനിൽ ആ ഫോമുല അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ അകത്ത് ഇനി മാസ് നമുക്ക് അറിയാമല്ലോ, ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം എന്നൊക്കെ അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള ചേഞ്ചൊക്കെ വരുന്നത്. ബാക്കിയെല്ലാം ഈ ഒരു ഫോമുലയിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ക്വസ്റ്റ്യൻ നോക്കൂ. ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ ഞാൻ ഒന്ന് വായിക്കാം. നിങ്ങൾ സ്ക്രീൻഷോട്ടോ അതോ എടുത്തോ. ക്വസ്റ്റ്യൻ ഇതാണ്, ദ ഡെൻസിറ്റി ഓഫ് 3 മോളാർ സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് ഈസ് 1.25 gram per milliliter.
ദെൻ കാൽക്കുലേറ്റ് ദ മൊളാലിറ്റി ഓഫ് ദ സൊല്യൂഷൻ. സൊല്യൂഷൻ്റെ മൊളാലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ടേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ടല്ലോ. ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഞാൻ സൈഡിൽ എഴുതി വയ്ക്കും, നേരത്തെ പറഞ്ഞ പോലെ. ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഏതാ? ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ 3 മോളാർ ആണ് അല്ലേ? 3 മോളാർ ആണ് സൊല്യൂഷൻ. 3 മോളാർ സൊല്യൂഷനാണ്. സോഡിയം ക്ലോറൈഡിൻ്റെ ആണ്. നമ്മൾ സൈഡിൽ നോക്കാം. സോഡിയം ക്ലോറൈഡിൻ്റെ ആണ്. ഓക്കെ, ഡെൻസിറ്റി തന്നിട്ടുണ്ട്. ഡെൻസിറ്റി എന്തിൻ്റെ ഡെൻസിറ്റി വന്നിരിക്കുന്നത്? ഈ ഒരു സൊല്യൂഷൻ്റെ ഡെൻസിറ്റി വന്നിരിക്കുന്നത് എത്രയാണ്? 1.25 gram per ml എന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, 1.25 gram per ml എന്നാണ് വന്നിരിക്കുന്നത്. എത്രയാണ് വന്നിരിക്കുന്നത്? 1.25 gram per ml ആണ്. ഓക്കെ, നമുക്കപ്പം ഇനി എന്താ പണി മൊളാലിറ്റി കണ്ടുപിടിക്കണം. മൊളാലിറ്റിയുടെ ഫോമുല നമുക്കറിയാം. എങ്ങനെയാണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ എന്തുവാ? മാസ് ഓഫ് സോൾവെൻറ്റ്. സോൾവെൻറ്റിൻ്റെ മാസ് ഇൻ കിലോഗ്രാം ആണല്ലേ? അല്ലേ? നമുക്കറിയാം 3 മോളാർ എന്നിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 3 മോളാർ സൊല്യൂഷനാണ്. 3 മോളാർ എന്ന് പറഞ്ഞാൽ മീനിങ് എന്തുവാണ്? 3 മോൾസ് 1000 ml സൊല്യൂഷനിൽ അല്ലെങ്കിൽ 1 ലിറ്റർ സൊല്യൂഷനിൽ 3 മോളാണ് ഉള്ളത് എന്നല്ലേ 3 മോളാർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം മൊളാലിറ്റിയുടെ ഫോമുല എന്തുവാ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്റർ അല്ലേ? അപ്പോൾ 3 മോളാർ എന്ന് വെച്ചാൽ എന്തുവാണ്? 3 മോള് എത്ര? 1 ലിറ്റർ സൊല്യൂഷൻ്റെ അകത്ത് 3 മോൾസ് ഉണ്ടെന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. 1 ലിറ്റർ സൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര? 1000 ml. 1000 ml 3 മോൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾസ് സൊല്യൂട്ട് കിട്ടിക്കഴിഞ്ഞു. എത്രയാണ്? 3 മോളിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഏതാണ് കണ്ടുപിടിക്കുന്നത്? മാസ് ഓഫ് സൊല്യൂഷൻ ഇൻ സൊല്യൂഷൻ ആണോ? സോറി, മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. അതല്ലേ നമ്മുടെ ഇക്വേഷൻ? മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഡെൻസിറ്റി ഓഫ് സൊല്യൂഷനേ തന്നിട്ടുള്ളൂ അല്ലേ? സൊല്യൂഷൻ്റെ ഡെൻസിറ്റി നമുക്കിവിടെ തന്നിട്ടുള്ളൂ. അപ്പം സോൾവെൻ്റെ മാസാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്താലോ? ഈ സൊല്യൂഷൻ്റെ മാസ് കണ്ടുപിടിച്ചാലോ? എന്നിട്ട് നമുക്ക് സൊല്യൂട്ടിൻ്റെ മാസ് അതിൽ നിന്ന് അങ്ങ് മനസ്സ് ചെയ്താൽ പോരെ അല്ലേ? അങ്ങനെ ചെയ്യാമല്ലോ. നമുക്കറിയാം ഡെൻസിറ്റി എന്ന് വെച്ചാൽ എന്തുവാണ്? മാസ് ബൈ വോളിയം അല്ലേ? മാസ് ബൈ വോളിയം ആണ്. അപ്പം നമുക്ക് ഇപ്പം ആരുടെ മാസാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്? സൊല്യൂഷൻ്റെ മാസ് നമുക്ക് കണ്ടുപിടിക്കാം ആദ്യം. അല്ല, സോൾവെൻ്റ് മാസ് കണ്ടുപിടിക്കാനായിട്ട് സോൾവെൻ്റ് ഡെൻസിറ്റി അല്ലല്ലോ തന്നിരിക്കുന്നത്. ഇവിടെ സൊല്യൂഷൻ്റെ ഡെൻസിറ്റി തന്നിരിക്കുന്നുണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ മാസ് ഓഫ് സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഡെൻസിറ്റി എത്രയാണ് തന്നിരിക്കുന്നത്? 1.25 gram per ml എന്നല്ലേ തന്നിരിക്കുന്നത്. അപ്പം ഇത് ml ആയതുകൊണ്ട് തന്നെ നമ്മൾ വോളിയം എത്രയെന്ന് കൊടുക്കണം? 1000 എന്ന് വേണ്ടേ കൊടുക്കാം? 1000 ml എന്ന് കൊടുക്കണ്ടേ? കാര്യം എന്തുവാ? ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആൾറെഡി മോൾസ് എടുത്തപ്പോൾ എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? 1000 ml 3 മോളാർ എന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ വോളിയം എത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്? 1000 ml എന്നല്ലേ എടുത്തിരിക്കുന്നത്. അപ്പോൾ 1000 കൊടുക്കണം. അപ്പോൾ എത്രയെന്ന് കിട്ടി? 1250 gram ആണ് ടോട്ടൽ സൊല്യൂഷൻ്റെ മാസ് എന്ന് പറയുന്നത്. നമുക്കിവിടെ ടോട്ടൽ സൊല്യൂഷൻ്റെ മാസ് ആണോ വേണ്ടത്? അല്ല, മാസ് ഓഫ് സൊല്യൂഷൻ കിലോഗ്രാം. സൊല്യൂഷൻ അല്ല, വീണ്ടും പോയി. മാസ് സോൾവെന്റ് ഇൻ കിലോഗ്രാം അല്ലേ? സോൾവെന്റ് ആണേ, സോൾവെന്റ് ഈ മോളിലിട്ടുണ്ട്. മാസ് സോൾവെന്റ് ഇൻ കിലോഗ്രാം അല്ലേ വേണ്ടത്? അത് നമുക്ക് എന്ത് ചെയ്താൽ മതി? മാസ് സോൾവെന്റ് ഇൻ കിലോഗ്രാം കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്തത്? മാസ് ഓഫ് സോൾവെന്റ് അല്ലേ വേണ്ടത്? സോൾവെന്റിന്റെ മാസ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഈ 1250 സൊല്യൂഷൻ്റെ മാസ് മൈനസ്, ഇനി നമുക്ക് സൊല്യൂട്ടിൻ്റെ മാസ് അതിൽ നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് സോൾവെന്റിന്റെ മാസ് കിട്ടും അല്ലേ? സോൾവെന്റിന്റെ മാസ് കിട്ടാനായിട്ട് സൊല്യൂഷന്റെ മാസ് നമുക്ക് സൊല്യൂട്ടിന്റെ മാസ് മൈനസ് ചെയ്താൽ മതി. ഇവിടുത്തെ സൊല്യൂട്ട് ആരാണ്? സോഡിയം ക്ലോറൈഡ് ആണ്. ഇവിടുത്തെ സൊല്യൂട്ട്. ഇവിടെ നമ്മൾ എടുത്തേക്ക് എന്തുവാ? 3 മോളുണ്ട്. സോഡിയം ക്ലോറൈഡിന്റെ 3 മോളുണ്ട്. അപ്പോൾ ഇതിന്റെ മാസ് ഇൻറ്റു 3 ചെയ്യണം. സോഡിയം ക്ലോറൈഡിന്റെ മാസ് എത്രയാണ്? സോഡിയം 23, ഇത് 35.5 അല്ലേ? അപ്പോൾ ടോട്ടൽ എത്ര കിട്ടും? 58.5 വന്ന് കിട്ടും. അപ്പോൾ 58.5 ഇൻറ്റു 3. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ 3 മോളുണ്ടേ. ഫിസിക്കൽ ടു എങ്ങനെ വരും? ഫിസിക്കൽ ടു എന്ത് വരും? 1250 മൈനസ് ഇത് എത്ര? 175.5 അല്ലേ? ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്ന 175.5. ഇത് ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്ന 175.5 അല്ലേ? അപ്പോൾ 1250 നമുക്ക് 175.5 മൈനസ് ചെയ്യണം. അപ്പോൾ എത്രയെന്ന് കിട്ടും? 1074.5 gram. ഓക്കെ, 1074.5 gram എന്ന് കിട്ടും. 1074.5 gram എന്ന് കിട്ടും. ഇതെന്തുവാണ്? മാസ് ഓഫ് സോൾവെന്റ് നമുക്ക് കിട്ടി. അപ്പം നമ്പർ ഓഫ് മോൾസ് സൊല്യൂട്ടും കിട്ടി, മാസ് ഓഫ് സോൾവെന്റ് ഇൻ ഗ്രാം ആണ് കിട്ടിയത്. ഗ്രാമിൽ ഇട്ടാണ് ഒരു പ്രശ്നമില്ല. നമ്മളിവിടെ താഴെ ഗ്രാം കൊടുത്തിട്ട് ഇൻറ്റു 1000 കൊടുത്താൽ അത് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമുക്കിപ്പം 1074.5 gram എന്നല്ലേ കിട്ടിയത്? അത് നമ്മൾ സൈഡിലോട്ട് എഴുതി വെച്ചു. 1075.5 gram എന്ന് കിട്ടിയത് നമ്മൾ സൈഡിലോട്ട് എഴുതി വെച്ചു. കഴിഞ്ഞ ദിവസം നമ്മുടെ സ്പേസ് ഇല്ല, വായിക്കണം.
അപ്പം നമ്മളിനി ആരെ കണ്ടുപിടിക്കാൻ പോവുക? നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ആരെ കിട്ടിക്കഴിഞ്ഞു? മൊളാലിറ്റി കിട്ടിക്കഴിഞ്ഞു. മൊളാലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 3 ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഗ്രാമ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ 104.5 ഇൻറ്റു എത്രയെന്നും കൂടെ കൊടുക്കും? 1000 എന്നും കൂടെ കൊടുക്കും. അപ്പോൾ ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ എത്രയെന്ന് കിട്ടും? സോൾവ് ചെയ്യുമ്പം ഏകദേശം നമുക്ക് 2.79 കിട്ടും. ഓക്കെ, എത്ര കിട്ടും? 2.79. ഇത്രയും എന്താണ്? മൊളാലിറ്റിയിൽ നമുക്ക് കണ്ടുപിടിക്കുന്നത് അത്രയും സ്മാൾ മൊളാലാണ് ഈ ഒരു സൊല്യൂഷൻ. നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, ഇതോടെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ തീരുവാണ് കേട്ടോ, ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി. നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുക. നിങ്ങൾ ഭയങ്കര ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ഒന്നും പോകണം. നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫുൾ NCERT ബേസ്ഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ NCERT ബേസ്ഡ് മതി. വെറുതെ ഒരു ബുക്സ് എടുത്ത് വെച്ചിട്ട് ആവശ്യമില്ലാത്തൊന്നും കയറി പോവല്ലേ. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ്സ് എല്ലാം വെച്ചിട്ട് നിങ്ങൾ അതനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. നിങ്ങൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ആൾ ദി ബെസ്റ്റ്.